So hello guys, once again welcome back to my YouTube channel. So ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എമർജൻസി മൊബൈൽ ചാർജറാണ്. നമ്മുടെ 9 വോൾട്ട് ബാറ്ററി ഉണ്ട്. വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് വേണ്ടത് 7805 വോൾട്ടേജ് കൺട്രോളർ IC. ഈ IC നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് 10 രൂപ കിട്ടിക്കോളും. പിന്നെ വേണ്ടത് ഒരു 5 വോൾട്ടിൻ്റെ USB ജാക്കാണ്. നിങ്ങൾക്കറിയാലോ USB ജാക്ക്, ഇതും 10 രൂപ നിങ്ങൾക്ക് കിട്ടാൻ മതി. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു 1K റെസിസ്റ്ററും പിന്നെ ഒരു LED നിങ്ങളെ ഇഷ്ടമാണ് ഏത് കളറാണ് എടുക്കേണ്ടത്. പിന്നെ ഞാൻ 1 ഇഞ്ചിൻ്റെ ഒരു പൈപ്പാണ് എടുക്കുന്നത്. അത് ഞാൻ ഒത്തിരി കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഇഷ്ടമാണ് എത്ര വലുതാക്കണം എത്ര ചെറുതാക്കണമെന്ന്. ഞാൻ കുറച്ച് ചെറുതാക്കി. പിന്നെ ഞാൻ PVC പൈപ്പ് ഫ്ലാറ്റ് ആക്കിയിട്ട് ഒരു ഷീറ്റാക്കി. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച പൈപ്പ് എടുത്തിട്ട് നമുക്കൊരു 2 സർക്കിൾ ഉണ്ടാക്കണം. അങ്ങനെ 2 സർക്കിൾ ഉണ്ടാക്കണം. പിന്നെ ആ സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ 2 സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഈ 2 സർക്കിളും നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളോട്ട് കയറി പോയത് കറക്റ്റ് സൈസിൽ നിൽക്കണം. പിന്നെ അങ്ങനെ 2 എണ്ണം അങ്ങനെ നിൽക്കണം. അത് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി അതിൽ നിന്ന് ഒരു സർക്കിൾ എടുക്കുക, നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെന്ന്. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മളെ USB ജാക്കിന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ USB ജാക്കും പിന്നെ നമ്മുടെ LED-യും അതിൽ വെക്കണം ഹോൾ ഉണ്ടാക്കിയിട്ട്. ഞാൻ ഹോൾ ഉണ്ടാക്കി വെച്ച് USB ജാക്കിനും ഞാൻ ഹോൾ ഉണ്ടാക്കി, LED-ക്കും ഞാൻ ഹോൾ ഉണ്ടാക്കി. എന്നിട്ട് ബാക്കിൽ ഹോൾ ഗ്ലൂവിനോട് ഫുള്ള് ഗ്ലൂ ചെയ്താൽ ഭയങ്കര ഉറപ്പിൽ നിൽക്കാൻ. പിന്നെ നമ്മൾ USB ജാക്കിൻ്റെ പ്ലസും മൈനസും നമ്മൾ LED-ൻ്റെ പ്ലസും മൈനസിലേക്കും ഞാൻ കൊടുത്ത്. ഞാൻ മൈനസും പ്ലസും കാണിച്ചു തന്നത് നമ്മളെ 2 കമ്പി മുകളിലുണ്ടാവണം. പിന്നെ വോൾട്ടേജ് കൺട്രോളർ IC എടുക്കുക. അതിൻ്റെ 3rd ലെഗ് നമ്മുടെ USB ജാക്കിൻ്റെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് പിന്നെ സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നടുവിലത്തെ പിൻ വോൾട്ടേജ് കൺട്രോളർ ICയിലത്തെ പിന്നെ നമ്മുടെ USB ജാക്കിൻ്റെ മൈനസിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു കണക്ടർ എടുത്ത് നമ്മുടെ 2ാമത്തെ സർക്കിൾ കട്ട് ചെയ്തതിൽ വെച്ച് അതിൻ്റെ വയറ് പുറത്തോട്ട് ഇറക്കി. പിന്നെ ഞാൻ നമ്മുടെ ചെറിയ PVC പൈപ്പ് കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ കണക്ടർ ഇട്ടിട്ട് പിന്നെ നമ്മുടെ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പോവാണ്. നമ്മുടെ വോൾട്ടേജ് കൺട്രോളർ ICയുടെ ഫസ്റ്റത്തെ ലെഗിലേക്ക് നമ്മൾ ഒന്നും സോൾഡർ ചെയ്യാത്ത ലെഗിലേക്ക് നമ്മുടെ കണക്ടറിൻ്റെ പ്ലസ് സോൾഡർ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കണക്ടറിൻ്റെ പ്ലസ് സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് പിന്നെ സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കണക്ടറിൻ്റെ മൈനസ് നമ്മുടെ ഒരു വോൾട്ടേജ് കൺട്രോളർ ICയുടെ നടുവിലത്തെ സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് പിന്നെ സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് സൂപ്പർ ഗ്ലൂവിനോട് ഒന്ന് ഒട്ടിച്ച് നല്ലോണം തന്നെ ഒട്ടിച്ച് പിന്നെ ഞാൻ അതിനി വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ചാർജറിൻ്റെ കണക്ടർ കുത്തി പിന്നെ നമ്മളെ ബാറ്ററി 9 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്താൽ നമ്മുടെ ഇൻഡിക്കേറ്റർ കത്തും. ഞാൻ ഗ്രീൻ ലൈറ്റ് തന്നെ വെച്ച് നമ്മളെ ഇൻഡിക്കേറ്റർ കത്തി. ഞാൻ അത് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ ഫോണിൽ കുത്തിയാൽ ഇത് ചാർജ് ആവും. നമ്മളെ ഫോൺ ചാർജ് ആവുന്നുണ്ട്. പിന്നെ എൻ്റെ ബാറ്ററിക്ക് ഓവർ ചാർജ് ഇല്ല, ഞാൻ യൂസ്ഡ് വണ്ണ എടുത്ത് ഇത് നല്ലൊന്നുമില്ലേനും. ഇതപ്പം നിങ്ങൾ കണ്ടില്ലേ ചാർജ് ആവുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. പിന്നെ ചാനലിൽ പുതിയ ഒന്നുമില്ല ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.